കളവനെ കൊണ്ട് ഞാൻ തോറ്റു. അതേടാ, നീ ഉണ്ടായ പിന്നെയല്ലേ ഞാൻ കളവനായത്. ഹലോ എടാ സുദേവേ, മദ്യം വല്ല ഒരുപ്പണ്ടാ? ഇവിടെ ഒന്നുമില്ലടാ, എല്ലാം കാര്യ. അതെ, എക്സൈസുകാർ വരുന്നതിനെ കുറിച്ച് അറിവ് കിട്ടി, അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞ. ശരിയെന്നാ. അപ്പൊ എക്സൈസ്? ഞാൻ ചിലപ്പോൾ എക്സൈസ് ആവും, പോലീസാവും. ആശാനോ? ആശാൻ എന്നെ എൻ്റെ വീട്ടില്. സുദേവിന്റെ വീടെന്നാടാ നിന്റെ വീടായത്? ഇത് സുധേൻ്റെ വീടാണ്. ഏടാ, നിന്നോട് ആ പെയിന്റിങ്ങിന്റെ പണി നോക്കി ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ? ആശാനെ, ഇത് നാളെ നോക്കാം ആശാനെ. ഇനി മേല നിന്നെ ഈ കോളത്തിൽ കണ്ട ഞാൻ ആരാ നീ അറിയാം. പോടാ. ഇങ്ങോട്ടൊക്കെടാ. നിന്നോട് മേലാൽ ഈ കോളനിയിൽ വാറ്റരുന്ന് ഞാൻ പറഞ്ഞേക്കണാണോ? ഇനി എന്റെ കൺമുന്നിൽ ഇത് കണ്ട ഞാൻ ആരാണെന്ന് നീ അറിയും. പോടാ. ഇതിപ്പോ എവിടെന്നാ പോടാ. അപ്പാ, അപ്പനിന്ന് നേരത്തെ പാമ്പായോ? ഈ വീട്ടിൽ വെട്ടവും വിളിച്ചൊന്നും ഇല്ലല്ലോ. അപ്പാ, ഈ വീട്ടിൽ വെട്ടവും വിളിച്ചൊന്നും ഇല്ലേ? ഈ വീട്ടിലെ വിളക്കണഞ്ഞിട്ട് വർഷങ്ങളായി. നിന്റെ അനിയത്തിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. തുടങ്ങി. അപ്പം മനുഷ്യനെ ചുമ്മാ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. അപ്പനിങ്ങ് വന്നേപ്പാ, നമുക്ക് രണ്ടെണ്ണം അടിക്കാപ്പാ. ഇത് ജോൺസൺ പെയിന്റ് അടിച്ച കാശ, ജോൺസന്റെ പെയിന്റാപ്പാ. നമ്മൾ രണ്ടുപേരൂടെ അടിക്കപ്പാ. അപ്പ എനിക്ക് അപ്പനും അപ്പനും ഞാനുമല്ല എൻ്റെ അപ്പ. നമ്മൾ മതിയപ്പ. ചന്ദ്രൻ ചേട്ടനോ? ആശാനെ, മോള് വന്നിട്ട് എന്തിയെ? മോളിവിടെ ഉണ്ട്. ജെസി, ജെസി. ഓ, എത്ര വർഷമായി മോളെ കണ്ടിട്ട്. ഇത്ര ഉള്ളപ്പോ. ചന്ദ്രേട്ടാ, മോളുടെ ജോലിയുടെ കാര്യമൊക്കെ എന്തായി? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, അപ്പോയിന്റ്മെന്റ് ഉടനെ വരും. മോളെ ഒരു ചായ എടുക്ക.
ഇതെന്താപ്പാ? എന്തായത്? നമ്മുടെ വീടാണോ? നമ്മുടെ വീട് തന്നെയാന്നാടാ തോന്നണേ. ആരോട് വന്നു? ഇവിടെ വന്ന് പണിതിട്ടുണ്ട്. അപ്പാ നോക്കിയപ്പാ, പുതിയ പെയിന്റിംഗ് ഒക്കെ നടത്തിയോ? വന്നല്ലോ, ആരോ വന്ന് പണിതിട്ടുണ്ടല്ലോടാ. എന്നാലും നീ ഏതാടാ പെങ്കൊച്ച്? അപ്പാ എൻ്റെ അടുത്ത് കള്ളം പറയണ്ട. അപ്പൻ ഇച്ചിരി ചുറ്റുകളിയുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഓടാ നീ, നിന്റെ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നീ ഇനി അത് പറയണ്ട. ഓ ജോൺസാ, എന്താടാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇവിടെ? അപ്പാ ദേ, ഇതാരാ വന്നേക്കണേ നോക്കി. അതെ, എൻ്റെ മോളിൽ നിന്ന് രാവിലെ മുതൽ കഷ്ടപ്പെട്ടിട്ടാ ഇതൊരു വീടാക്കിയത്. ഇപ്പോഴാ ഇതൊരു വീടായത്. കണ്ടു പഠിക്കടാ. ഞങ്ങള് പോയിക്കുവാ. ഇവ പല്ലൊക്കെ തേക്കോ? ഇനി എന്തൊക്കെ കാണണമാവോ? ഒഴിച്ചു വെച്ചേക്കുമായിരുന്നോ? ഇനി ഈ വീട്ടിൽ രാവിലെ കട്ടൻ ചായ. ആർക്ക് വേണം നിന്റെ കട്ടൻ ചായ? നാറിയിട്ട് വയ്യ, വേഗം വന്ന് പോയി കുളിക്കപ്പാ. വീടിക്കുറ്റിയും വെച്ചോണ്ടിരിക്കുന്നു. മേലാൽ വീടിയും വലിച്ചോണ്ട് വീട്ടിൽ കയറി പോരുത്, മുട്ടുകാലിയാൻ തല്ലി പിടിക്കും. ഹാ, ഇവൻ എന്റെ മോൻ തന്നെ അല്ലേ? ഇതെന്താ, ഇവന് വട്ടായോ? ഓ, എടാ സുധി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റങ്ങൾ. എടാ അതല്ലടാ. അതൊന്നും വേണ്ട, നീ കാര്യം പറ. എടാ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. എടാ, നീ ആരാ, അവളാരാ? അവളൊക്കെ പട്ടണത്തിൽ പഠിച്ച പെണ്ണ, നമ്മളൊക്കെ കോളനിക്കാരാടാ. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അതെനിക്ക് ഉറപ്പാ. എടാ, എൻ്റെ അച്ഛൻ പറഞ്ഞ ആശാൻ കേൾക്കും. ഓ എൻ്റെ പൊന്നൂത്തെ, ഇനിയെല്ലാം നിന്റെ കയ്യിലാ. അച്ഛാ, നമ്മുടെ ജോൺസൺ ഇല്ലേ, നമ്മുടെ ആശാന്റെ മൂളുമായിട്ട് മുടിഞ്ഞ ഒടുക്കത്തെ പ്രേമം. ഒന്ന് പോടാന്നോണ പറയാതെ. കണ്ടോണ്ടോ, ഇതേ പോണോണ്ടോ അവൻ ആടിന്റെ പുറകെ പ്രാവലായിട്ട് പോണവരെ.
ആ എന്താ ഇത്? ഏയ് ചെറുക്കൻ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. ആശാനെ, ആശാനെ, എന്നെ എന്തേട്ടാ എല്ലാം കൈവിട്ട് പോയി. കാര്യം പറ, എന്നെ പറ്റിയേ? ജോൺസന് നമ്മുടെ മോളെ കല്യാണം കഴിക്കണമെന്ന്. ആര് പറഞ്ഞു? ശ്രുതിയാ പറഞ്ഞത്. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്താ ഒരു പരിഹാരം? ഹോ. പരിഹാരമുണ്ട്. ഹലോ ഹലോ അച്ചോ. ഫ്രാൻസിസ്, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ ശരി അച്ചോ. കുറച്ച് ദിവസങ്ങളായി ചില മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്താ ഫാദർ? ചില പിടിവാശികളൊക്കെ അമ്മ മുറിയിലുണ്ട്. അങ്ങോട്ട് ചെല്ലും. പോയിട്ട് വാ. അമ്മേ, അമ്മേ, അമ്മേ. എങ്കിൽ ശരി, നമുക്ക് പോവാം. ആ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയായിരിക്കട്ടെ. ഇതാണെന്ന് അറിയാമോ? പെണ്ണിന്റെ മുടി അപ്പടി ചടയാ. എന്റെ മോനെ കണ്ടിട്ട് എത്ര നാളായി. എന്തിനാ അവനെ ബോർഡിങ്ങിലാക്കിയേ? നന്നായിട്ട് പഠിക്കാനാ. പഠിച്ച് വലിയ ആളാവണം. നാളെ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ അവനാ. ആ അത് പിന്നെ നിങ്ങളൊന്നും പറയണ്ട മോളെ. ഇത് വേഗം പോയി ഉടുപ്പെടുത്തിട്ടെ. അതെ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കെ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ പോകുന്നത്. ആയിക്കോട്ടെ. എന്റെ മറിയക്കുട്ടിയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഓ, അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. പോയിട്ട് വരാം. മോളെ, ചേട്ടായിനെ കൂട്ടി വേഗം വരണേ. വണ്ടി പോവും, വേഗം വാ. എന്തോ ഈ കാണിക്കുന്നത്? വാ ഇങ്ങട്. നിർത്താൻ. മോളെ, എന്നെ തീർന്നാ തോന്നേ. നീ നിർത്തിക്കേ, നിർത്തിക്കേ. അമ്മേ, അമ്മേ, അമ്മ, അമ്മ. ചേട്ടാ, മറിയക്കുട്ടിയെ മോളെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. മോനെ കൊണ്ടുവരാൻ ബോർഡിങ്ങിൽ പോയതായിരുന്നു. എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ പിള്ള മോളെ വണ്ടി ഇടിച്ചത് തീർന്നാ കേട്ടത്. തള്ളയും തീർന്നാണല്ലോ കേട്ടത്. ആ ചേട്ടാ, ഇവിടെ ആരുമില്ലേ? ആ വീട്ടിലാരുമില്ല. അവര് വീട് പൂട്ടി പോയിട്ട് കുറെ നാളായി.
ആണോ? വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ശരിയായിരിക്കട്ടെ. ഇരി. അച്ചോ, ഞാൻ ഇവരുടെ വീട്ടിൽ പോയിരുന്നു. അവർ വീടെല്ലാം അടച്ചിട്ട് എവിടെ പോയേക്കുവാ. എവിടെയൊന്നൊരു പിടിയില്ല. അവിടെ ചുറ്റുവട്ടത്ത് അന്വേഷിച്ചപ്പോൾ ആർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇവളുടെ കാര്യം എന്നാ ചെയ്യണത്? മോർണിംഗ് വാ. എന്താ മോളുടെ പേര്? ജെസ്സി. വിഷമിക്കണ്ട കേട്ടോ. നമുക്കിവിടെ ഓടിക്കളിക്കാം, ചോക്ലേറ്റ് തിന്നാം, ആടിപ്പാടാം. ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ ഇവിടെ. ശരി അച്ചോ, ഞാൻ ശരി. ഹലോ, ബോഡി സ്കൂളല്ലേ? അതെല്ലോ. സാറേ, ജോൺസൺ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അവനെ 2 ദിവസം മുമ്പ് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ. ആ, എങ്ങോട്ടാ പോയെന്ന് വല്ല അറിയാവോ? ഇല്ല, അറിയില്ല. ആ, ശരി സാറേ, ആയിക്കോട്ടെ. എന്തായി കാണിക്കുന്നേ? സഹജോ, ഇവിടെ ആ, ആശാനോ? ഇത് ഇതെന്റെ മോൻ ജോൺസൺ. എണീക്ക്. വാ. കൂട്ടുകാർ കാണുമല്ലോ എൻ്റെ ഈശോയെ. കേറ്. വാ വാ, കേറ്. വാടാ ജോൺസാ, വാ, ഇറങ്ങ. വാ, വാ ഇറങ്ങി വാ. വാ. ഓ, വീണ് ചാവുവനെന്ന്. അതൊക്കെ അടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. ഇവിടെ നിൽക്ക. ചാക്കോച്ച, എന്നാ ഒരവസ്ഥയാ കോച്ച. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവിടെ വിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകരുത്. ഇല്ല ആശാൻ. മറിയക്കുട്ടി, മറിയക്കുട്ടി, നമ്മുടെ മോനെ എന്റെ അമ്മയാടാ. അമ്മേ, മോനെ. നമ്മുടെ മോള് നമ്മുടെ മോള് ഇവിടെയുണ്ട് ചാക്കോച്ച. ഇതാ നമ്മുടെ മോള്, നമ്മുടെ ജെസ്സി മോള്. അച്ഛാ. എന്റെ പൊന്നു മോളെ. എന്നാലും അതിന് ഏട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എനിക്കറിയാമായിരുന്നില്ല എൻ്റെ ഏട്ടനാന്ന്. ഞാനല്ലേ പറയാത്തെ.